നമസ്കാരം, ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 കറണ്ട് അഫയേഴ്സ് ആണ്. 2024 വരുന്ന എല്ലാ PSC എക്സാമുകൾക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. സ്വന്തം കഴിവും നൈപുണ്യവും ഉപയോഗപ്പെടുത്തി സ്വയം സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. അപ്പോൾ എന്താണ് ശരണ്യ എന്ന പദ്ധതി? സ്വന്തം കഴിവും നൈപുണ്യവും ഉപയോഗപ്പെടുത്തി സ്വയം സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴയിലാണ്. അപ്പോൾ തൊടുപുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ ആണ്. അപ്പോൾ സാം ഓൾട്ട്മാൻ ആണ് ChatGPTയുടെ സൃഷ്ടാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര. പൂർണ്ണമായി സോളാർ എനർജി ഉപയോഗിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ആദ്യ മലയാള സിനിമയാണ് ആര്യഭട്ട. അപ്പോൾ പൂർണ്ണമായി സോളാർ എനർജി ഉപയോഗിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? ആര്യഭട്ട. കാഴ്ച പരിമിത വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതി പാഠം. അപ്പോൾ കാഴ്ച പരിമിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതി ഏതാണ്? ശ്രുതി പാഠം. ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം ഏത് സംസ്ഥാനത്താണ് നടന്നത്? ജാർഖണ്ഡിലാണ്. അപ്പോൾ ജാർഖണ്ഡിലാണ് ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം നടന്നത്. ഭാവിയിലേക്കുള്ള മികച്ച അത്ലറ്റിക് താരങ്ങളെ കണ്ടെത്തുന്നതിന് കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിന്റ്. അപ്പോൾ എന്താണ് സ്പ്രിന്റ് എന്ന പദ്ധതി? ഭാവിയിലേക്കുള്ള മികച്ച അത്ലറ്റിക് താരങ്ങളെ കണ്ടെത്തുന്നതിനായി കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിന്റ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി. അപ്പോൾ എന്താണ് കർമ്മചാരി എന്ന പദ്ധതി? വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കർമ്മചാരി. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പോൾ 50ാമത് G7 ഉച്ചകോടിയാണ് 2024 നടക്കുന്നത്. അതിന്റെ വേദി എവിടെയാണ്? ഇറ്റലിയിലാണ്. ഈ 10 നമുക്ക് നോക്കാം. സ്വന്തം കഴിവും നൈപുണ്യവും ഉപയോഗപ്പെടുത്തി സ്വയം സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരണ്യ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേരെന്താണ്? ഇന്ദ്ര. പൂർണ്ണമായി സോളാർ എനർജി ഉപയോഗിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ മലയാള സിനിമയാണ് ആര്യഭട്ട. കാഴ്ച പരിമിത വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതി ഏതാണ്? ശ്രുതി പാഠം. ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഭാവിയിലേക്കുള്ള മികച്ച അത്ലറ്റിക് താരങ്ങളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള കായിക വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഏത്? സ്പ്രിന്റ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കർമ്മചാരി. 2024 50ാമത് G7 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? ഇറ്റലി. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് തലശ്ശേരിക്കാരനായ വാനശാസ്ത്രജ്ഞൻ വൈനു ബാപ്പു. രണ്ടാമത്തെ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ അശ്വിൻ ശേഖർ. അപ്പോൾ ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? തലശ്ശേരിക്കാരനായ വാനശാസ്ത്രജ്ഞൻ വൈനു ബാപ്പുവാണ്. രണ്ടാമത്തെ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ അശ്വിൻ ശേഖർ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ 51ാമത് കടുവ സങ്കേതം ഏത്? മേഘമല. അപ്പോൾ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ 51ാമത് കടുവ സങ്കേതം ഏതാണ്? മേഘമല. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടിയിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ്.
COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോക ആരോഗ്യ സംഘടന പിൻവലിച്ചത് എന്നാണ്? 2023 മെയ് 5-നാണ്. അപ്പോൾ COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോക ആരോഗ്യ സംഘടന പിൻവലിച്ചത് എന്നാണ്? 2023 മെയ് 5-നാണ്. ഇറ്റലിയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല നിലവിൽ വന്ന കർജത്ത് ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ആ കർജത്ത് ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? മഹാരാഷ്ട്രയില്. മാനസിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വനിതകൾക്കായിട്ട് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രിയ ഹോം. അപ്പോൾ മാനസിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വനിതകൾക്കായിട്ട് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രിയ ഹോം. കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതി ഏതാണ്? പ്രൈഡ്. അപ്പോൾ എന്താണ് പ്രൈഡ് എന്ന പദ്ധതി? കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. 2023 ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആരാണ്? മിന്നുമണിയാണ്. അപ്പോൾ 2023 ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആരാണ്? മിന്നുമണി. ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനുമായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആട്ടക്കള. അപ്പോൾ എന്താണ് ആട്ടക്കള എന്ന പദ്ധതി? ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ത്? ആട്ടക്കള. ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. ഗസൽ ഗായകനായ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. അപ്പോൾ 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യ മലയാളി തലശ്ശേരിക്കാരനായ വൈനു ബാപ്പുവാണ്. രണ്ടാമത്തെ മലയാളി ശാസ്ത്രജ്ഞനാരാണ്? ഡോക്ടർ അശ്വിൻ ശേഖറാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ 51ാമത് കടുവാ സങ്കേതം ഏതാണ്? മേഘമല. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചത് എന്നാണ്? 2023 മെയ് 5-നാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല നിലവിൽ വന്ന കർജത്ത് ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. മാനസിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വനിതകൾക്കായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രിയ ഹോം. കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതി ഏതാണ്? പ്രൈഡ്. 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാരാണ്? മിന്നുമണി. ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനുമായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആട്ടക്കള. ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കടൽ ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദ്വീപ് സമൂഹം ഏതാണ്? ടുവാലു. അപ്പോൾ ടുവാലു ദ്വീപ സമൂഹമാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം കടൽ ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദ്വീപ സമൂഹം ഏതാണ്? ടുവാലു. ദുർബലമായ ഗിരിവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതി ഏതാണ്? PM ജൻമൻ പദ്ധതി. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ PN ജൻമൻ പദ്ധതിയാണ് ദുർബലമായ ഗിരിവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതി. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? കിളിമാനൂരാണ്. അപ്പോൾ ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. കാഴ്ച പരിമിതി നേടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ദീപ്തി. അപ്പോൾ എന്താണ് ദീപ്തി എന്ന പദ്ധതി? കാഴ്ച പരിമിതി നേടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി.
2023 കേരള സാമൂഹികനീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് വടകരയാണ്. അപ്പോൾ 2023 കേരള സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് വടകര. ഗോത്രമഹാസഭ അധ്യക്ഷയും പ്രമുഖ വനവാസി നേതാവുമായ CK ജാനുവിന്റെ ആത്മകഥയാണ് അടിമമക്ക. അപ്പോൾ അടിമമക്ക ആരുടെ ആത്മകഥയാണ്? CK ജാനു. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏത്? സശ്രദ്ധം. അപ്പോൾ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാനായി ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? സശ്രദ്ധം. 2023 നവംബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ജപ്പാനിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഒതാനി യൂണിവേഴ്സിറ്റി. അപ്പോൾ 2023 നവംബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ജപ്പാനിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഒതാനി യൂണിവേഴ്സിറ്റി. 2023 നവംബറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. അപ്പോൾ 2023 നവംബറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാലയാണ്. റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം ബാൾട്ടിക് കടലിടുക്ക് വഴി ജർമ്മനിയിൽ എത്തിക്കുന്ന പദ്ധതി ഏത്? നോർഡ് സ്ട്രീം പദ്ധതി. എന്താണ് നോർഡ് സ്ട്രീം പദ്ധതി? റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ബാൾട്ടിക് കടലിടുക്ക് വഴി ജർമ്മനിയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് നോർഡ് സ്ട്രീം പദ്ധതി. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിക്ക് നയിക്കാൻ തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് റീച്ച്. അപ്പോൾ എന്താണ്? കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിക്ക് നയിക്കുവാനായിട്ട് തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? റീച്ച്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO എന്താണ്? മിക്ക. അപ്പോൾ എന്താണ് മിക്ക? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO ആണ് മിക്ക. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യം ഏത്? അമേരിക്ക. അപ്പോൾ ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? അമേരിക്ക. 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏത്? വയോസാന്ത്വനം. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ്? വയോസാന്ത്വനം. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മാങ്ങാ ഇഞ്ചി ഇനം ഏതാണ്? അമൃത്. അപ്പോൾ അമൃത് ഏത് വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാങ്ങാ ഇഞ്ചി ഇനമാണ് അമൃത്. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന മാങ്ങാ ഇഞ്ചി ഇനം ഏതാണ്? അമൃത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് മിത്രശക്തി 2023? ഇന്ത്യയും ശ്രീലങ്കയും. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രശക്തി 2023. 2023 നവംബറിൽ അന്തരിച്ച നാസയുടെ ദൗത്യമായ അപ്പോളോയുടെ ഭാഗമായ ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് ബോർമാൻ. 2023 നവംബറിൽ അന്തരിച്ച നാസയുടെ ദൗത്യമായ അപ്പോളോയുടെ ഭാഗമായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഫ്രാങ്ക് ബോർമാൻ. കേരളത്തിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ പട്ടികജാതി വനിത സങ്കീർത്തന ദിനേശ്. അപ്പോൾ കേരളത്തിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ പട്ടികജാതി വനിത ആരാണ്? സങ്കീർത്തന ദിനേശ്. 33ാമത്തെ വ്യാസ സമ്മാന പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആരാണ്? പുഷ്പഭാരതി. അപ്പോൾ 33ാമത്തെ വ്യാസ സമ്മാന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പുഷ്പഭാരതി, ഹിന്ദി സാഹിത്യകാരിയാണ്. 2023 നവംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അപ്പോൾ 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഇ-ഹെൽത്ത്. അപ്പോൾ സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഇ-ഹെൽത്ത്.
സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അപ്പോൾ സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? ഇരുമ്പഴിക്കുള്ളിൽ. VA കേശവൻ നായരുടെ ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകമാണ്. അപ്പോൾ 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? ഇരുമ്പഴിക്കുള്ളിൽ. കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കടലുണ്ടി പഞ്ചായത്താണ്. അപ്പോൾ കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കടലുണ്ടി. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. അപ്പോൾ 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ്, ബെൽജിയം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ 370. ഇത് കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതിയാണ് 2023 ഡിസംബർ 11. സൈപ്രസിൽ നിന്നും സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാർജിലിംഗിലാണ്, വെസ്റ്റ് ബംഗാൾ. സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിൽ, ഡാർജിലിംഗ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി എവിടെയാണ്? ന്യൂഡൽഹി. 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ പ്രമേയം എന്താണ്? പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ പ്രമേയം എന്താണ്? പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നാണ്. എന്താണ്? പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി ഉറവ തേടി. അപ്പോൾ നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേരെന്താണ്? ഉറവ തേടി. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയ കടലിനടിയിൽ വെച്ചാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? അരുൺ അലോഷ്യസ്. അപ്പോൾ പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? അരുൺ അലോഷ്യസ്. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ ഏത്? ജമ്മു കാശ്മീർ. അപ്പോൾ 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് പാസാക്കിയ നിയമസഭ ഏതാണ്? ജമ്മു കാശ്മീരാണ്. വികസനത്തിന്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. അപ്പോൾ വികസനത്തിന്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുവാനായി ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂര്.
75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അമൃത് കാൽ 2047 മിഷന്റെ ഭാഗമായ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ 57ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അമൃത് കാൽ 2047 മിഷന്റെ ഭാഗമായി തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. 2025 UN ആഗോള കാലാവസ്ഥയുടെ വേദി എവിടെയാണ്? ബ്രസീലാണ്. അപ്പോൾ 2025 UN ആഗോള കാലാവസ്ഥാ വേദി എവിടെയാണ്? ബ്രസീലാണ്. അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായ വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായ വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എതിര്. അപ്പോൾ എതിരെന്ന ആത്മകഥ ആരുടേതാണ്? ഡോക്ടർ എം കുഞ്ഞാമൻ. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോളാണ്, ഇടുക്കി. അപ്പോൾ കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ, ഇടുക്കി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? മാതൃയാനം. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? മാതൃയാനം. 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിന്റെ പേരെന്താണ്? ഒന്നായി പൂജ്യത്തിലേക്ക്. 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിന്റെ പേരെന്താണ്? ഒന്നായി പൂജ്യത്തിലേക്ക്. 2023 ഡിസംബറിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് മറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2023 ഡിസംബറിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് മറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2024 G20 ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ബ്രസീലാണ്. അപ്പോൾ 2024 G20 ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ബ്രസീൽ. 2023 ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? ലയൺ മെസ്സിയാണ്. 2023 ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? ലയൺ മെസ്സി. 2023 ലോക ഭിന്നശേഷി ദിന സന്ദേശം എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം. അപ്പോൾ എന്താണ് 2023 ലോക ഭിന്നശേഷി ദിനത്തിന്റെ സന്ദേശം? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം. ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് BR അംബേദ്കർ പ്രജാഭവൻ എന്ന് പേര് നൽകിയിരിക്കുന്നത്? തെലങ്കാന. അപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരെന്താണ്? BR അംബേദ്കർ പ്രജാഭവൻ എന്നാണ്. എന്താണ്? BR അംബേദ്കർ പ്രജാഭവൻ. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ d'Honneur പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? VR ലളിതാംബിക. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഷെവലിയർ ലീജിയൻ d'Honneur പുരസ്കാരം. ഇത് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? VR ലളിതാംബിക. 2023 ബുക്കർ സമ്മാൻ ലഭിച്ച ഐറിഷ് സാഹിത്യകാരൻ ആരാണ്? പോൾ ലിഞ്ച്. 2023 ബുക്കർ സമ്മാൻ ലഭിച്ച ഐറിഷ് സാഹിത്യകാരൻ ആരാണ്? പോൾ ലിഞ്ച്. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയത് ഏതു രാജ്യമാണ്? ഇറ്റലിക്കാണ്. അപ്പോൾ 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം ആർക്കാണ് ലഭിച്ചത്? ഇറ്റലി. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ യെല്ലോ? അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ യെല്ലോ. 2023 നവംബർ 23 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി.
ജസ്റ്റിസ് ഫാത്തിമ ബീവി. അപ്പോൾ 2023 നവംബർ 23 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2023 നവംബർ 21 അന്തരിച്ച സുപ്രസിദ്ധ സാഹിത്യകാരിയാണ് പി വത്സല. 2023 നവംബർ 21 അന്തരിച്ച സുപ്രസിദ്ധ സാഹിത്യകാരി ആരാണ്? പി വത്സല. അടുത്തിടെ അന്തരിച്ച MD വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രം ആരാണ്? യൂസഫ് ഹാജി. അപ്പോൾ യൂസഫ് ഹാജിയാണ് MD വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രം. 2023 72ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ്? ഷൈനീസ് പലസിയോസ് നിക്കരാഗെ. ഷൈനീസ് പലസിയോസ് നിക്കരാഗെയാണ് 2023 72ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത്. 2023 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ 2023 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഓസ്ട്രേലിയ. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകനാണ്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകൻ. 2023 നവംബറിൽ അന്തരിച്ച 18ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ആരാണ്? എസ് വെങ്കിട്ടരാമനാണ്. അപ്പോൾ 2023 നവംബറിൽ അന്തരിച്ച 18ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? എസ് വെങ്കിട്ടരാമൻ. എമ്മി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയത് യക്ത കപൂറാണ്. യക്ത കപൂർ. എമ്മി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ്? യക്ത കപൂർ. അക്കിത്തത്തിന്റെ സ്മരണയ്ക്കായി തപസ്യ കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ അക്കിത്തം പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? KP ശങ്കരനാണ്. അക്കിത്തത്തിന്റെ സ്മരണയ്ക്കായി തപസ്യ കലാവേദി ഏർപ്പെടുത്തിയ അക്കിത്തം പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? KP ശങ്കരൻ. മാതാപിതാക്കളിൽ ആരെങ്കിലുമോ ഇരുവരുമോ മരണപ്പെട്ടാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന പഠനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. എന്താണ് സ്നേഹപൂർവം പദ്ധതി? മാതാപിതാക്കളിൽ ആരെങ്കിലുമോ ഇരുവരുമോ മരണപ്പെട്ടാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന പഠനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അടുത്തിടെ ലോക ആരോഗ്യ സംഘടന ആഗോള ആരോഗ്യ ഭീഷണിയായി പ്രഖ്യാപിച്ച വാക്ക് ഏതാണ്? ഒന്നുകൂടി പറയാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ ഭീഷണിയായി പ്രഖ്യാപിച്ച വാക്ക് ഏതാണ്? ഏകാന്തത. സ്ത്രീ സുരക്ഷയ്ക്കായി സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. സ്ത്രീ സുരക്ഷയ്ക്കായി സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. മാലിന്യ സംസ്കരണത്തിന് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറമാണ്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം വരുന്നത് എവിടെയാണ്? ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളം. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. അംഗൻവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? അംഗൻവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? അങ്കണപ്പൂമഴ. പ്രഥമ MS സ്വാമിനാഥൻ കർഷകാശ്രയം പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവേൽ മക്രോൺ. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവേൽ മക്രോൺ. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? 2024 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ്? 2024. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര
പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് ആരാണ്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിലെ ജേതാവ് EV രാമകൃഷ്ണനാണ്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിലെ ജേതാവിന്റെ കൃതി. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം ആരാണ്? M ശ്രീശങ്കർ. ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ആരാണ്? E ഭാസ്കരൻ. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജരംഗ് പുനിയ. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? ബജരംഗ് പുനിയ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? തമിഴ്നാട്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമങ്കൈ. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വീരമങ്കൈ. 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? കാസർഗോഡാണ്. 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ആരാണ്? ഡോക്ടർ വിഫ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറാണ് ഡോക്ടർ വിഫ. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാര ജേതാവ് സുഹൃത പോൾ കുമാർ. സുഹൃത പോൾ കുമാർ ആണ് 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാര ജേതാവ്. 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര് എന്താണ്? മാതൃകം. അപ്പോൾ 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേരെന്താണ്? മാതൃകം. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? അസർബൈജാനാണ്. അപ്പോൾ 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? അസർബൈജാൻ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.